നമ്മൾ പലതരം ചീരകൾ തോരൻ വെച്ച് കഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പലതരം ഇലകളും നമ്മൾ തോരൻ വെച്ച് കഴിക്കുന്നുണ്ട്. നമ്മുടെ വീടിൻ്റെ പരിസരത്ത് ഇരിക്കുന്ന പല ഇലകളും നമ്മൾ തോരൻ വെച്ച് കഴിക്കുന്നുണ്ട്. ആ കൂട്ടത്തിലുള്ള ഒരെണ്ണമാണ് സാമ്പാർ ചീര. കൊഴുപ്പ് ചീര എന്ന് പറയപ്പെടുന്നത്. നല്ല ടേസ്റ്റിയാണ് സാമ്പാർ ചീര തോരൻ വെച്ച് കഴിച്ചാൽ. ഒരുപാട് ഗുണങ്ങളും ഉണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട്. കുട്ടികളുടെ മലബന്ധമൊക്കെ ഒഴിവാകാനൊക്കെ സാമ്പാർ ചീര തോരൻ വെച്ച് കൊടുത്താൽ മതി എന്ന് പറഞ്ഞേക്കാം. നല്ല ടേസ്റ്റാണ് ഇത് തോരൻ വെച്ച് കഴിച്ചാൽ. വളരെ സിമ്പിളായിട്ടുള്ള ഈ തോരൻ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ എല്ലാ കൂട്ടുകാരും കാണണേ. ആദ്യം തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഈ ഇലച്ചെടിയെ നിങ്ങൾക്കറിയാവോ? ഇതാണ് സാമ്പാർ ചീര അല്ലെങ്കിൽ കൊഴുപ്പ് ചീര എന്നറിയപ്പെടുന്നത്. നമ്മുടെ പറമ്പുകളിലൊക്കെ സാധാരണ പിടിക്കുന്നതാണ്. ചെറിയ പൂക്കളോടൊക്കെ ഉള്ളതാണ്. ഇത് കാണാനും നല്ല ഭംഗിയാണ്. ഇത് നല്ലൊരു തോരൻ തയ്യാറാക്കാം. നല്ല ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ്. ആദ്യം ഇത് നമുക്ക് നല്ലപോലെ കഴുകി ഇതിൻ്റെ മണ്ടയെല്ലാം ഒടിച്ചൊന്ന് എടുക്കാം. നല്ല വൃത്തിയാക്കി എടുക്കാം. എടുത്ത് നല്ലപോലെ വെള്ളം തോന്നിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. നമ്മുടെ സാമ്പാർ ചീര ഞാനിവിടെ എല്ലാം കഴുകി വാരി വെച്ച് വെള്ളമെല്ലാം തോന്നിട്ട് ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. വെള്ളം ഒട്ടും ഇല്ലാത്ത രീതിയിൽ തോന്നിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. സാധാരണ ഈ ചീരയ്ക്ക് നല്ല വെള്ളമയം ഉള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ വെള്ളം നല്ലപോലെ തോത്തിയിട്ട് വേണം അരിഞ്ഞെടുക്കാൻ കേട്ടോ. എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ തോരൻ വെക്കുന്നത് നോക്കാം. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ നല്ലപോലെ ചൂടായി. നമുക്ക് ഇത്തിരി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നല്ലപോലെ ചൂടായി. നമുക്കൊരു 1/4 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുവെല്ലാം നല്ലപോലെ പൊട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്ന ഉഴുന്നാണ്. ഒരു 1.5 സ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കാം. ഉഴുന്നൊന്ന് മൊരിഞ്ഞു വരട്ടെ. ഒന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറി മൊരിഞ്ഞു വരണം. നല്ലപോലെ ഒന്ന് ഇളക്കും. ഉഴുന്ന് ചെറിയ മൂപ്പായി കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് കറിവേപ്പിലയും വറ്റൽമുളകുമാണ്. ഒരു 2 വറ്റൽമുളക് ചെറുതായിട്ട് അരിഞ്ഞത് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതുകൂടെ ഒന്ന് മൂത്ത് വരട്ടെ. ഉഴുന്നിന് പകരം നമുക്ക് അരി ചേർക്കാം, അല്ലെങ്കിൽ പിന്നെ തുവരപ്പരിപ്പ് ചേർക്കാം, അല്ലെങ്കിൽ പയർ പരിപ്പ് ചേർക്കാം. ഏത് വേണമെങ്കിലും ചേർക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. തോരൻ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെയുള്ള ഐറ്റംസ് ചേർക്കുന്നത്. നമ്മൾ ചേർക്കാൻ പോകുന്നത് പകുതി സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതുകൂടി ഇട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. തോനെ വേണ്ട, പകുതി സവാള മതിയേ. സവാളയും കൂടെ ഇതിൻ്റെ കൂടെ കിടന്ന് നല്ലപോലെ മൂത്ത് വരട്ടെ. ലോ ഫ്ലെയിമിൽ കിടന്ന് നല്ലപോലെ മൂത്ത് വരട്ടെ. നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ നല്ലപോലെ വാടിയിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ചീര ഇട്ട് കൊടുക്കാം. പാത്രം ചെറുതാണെന്ന് വിചാരിക്കേണ്ട, ഇതങ്ങ് പതുങ്ങി പോകും കേട്ടോ. ഇത് നേരെ ഇങ്ങനെ ഇരുന്ന് നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇതൊന്ന് പതുങ്ങട്ടെ. ഇലയൊന്ന് ചൂടാകുമ്പോൾ പതുങ്ങും. അങ്ങനെ നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മുടെ ചീര ഇവിടെ പതുങ്ങിയിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. തോനെ ചീര ഉണ്ടായിരുന്നില്ല നമ്മൾ വെക്കുമ്പോൾ. ഇപ്പൊ അതാണ് പതുങ്ങി പകുതി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത്തിരി ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പൂടെ ഇട്ട് നമുക്ക് നല്ലപോലെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ലോ ഫ്ലെയിം വെച്ചിരുന്നാൽ മതിയേ. ഒരുപാട് അങ്ങ് ഫ്ലെയിം കൂട്ടി വെക്കണ്ട. ഇപ്പം തന്നെ ചീര വേവായിട്ടുണ്ട്.
ചൂടാവുന്നതനുസരിച്ച് ഇതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങും. ആ വെള്ളത്തിൽ തന്നെ കിടന്നിത് വേവണം. പ്രത്യേകിച്ച് വെള്ളം ചേർക്കുകയോ വെള്ളം കുടിക്കുകയോ ഒന്നും വേണ്ട. നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത്തിരി നേരം കൂടെ അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചിട്ട് നമുക്ക് ഇതിനൊരു അരപ്പ് തയ്യാറാക്കാം. അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഒരു മുറി തേങ്ങയുടെ പീര എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറിയ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. 5-6 അല്ലി വെളുത്തുള്ളി അല്ലിയും കൂടി ഇട്ട് കൊടുക്കാം. എരിവിന് വേണ്ടി 3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 സ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. നമ്മൾ അവിയലിനൊക്കെ അരയ്ക്കുന്ന ചെറിയ ജീരകം. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കാം. നമ്മുടെ അരപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ പരുവം മതി. നമ്മുടെ ചീര എന്തോ ആയാൽ നോക്കാം. ചീരയുടെ 4 വശവും വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് വെച്ച് ഈ വെള്ളം ഒന്ന് പറ്റിച്ചെടുക്കണം. ഇത്തിരി നേരം ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ച് വെള്ളം അങ്ങ് തോന്നു വരും കേട്ടോ. വെള്ളം ഇവിടെ ഒരുവിധം തോന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. അരപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് 4 വശം ഒന്ന് ഒതുക്കി വെച്ച് കൊടുക്കാം. അരപ്പിന്റെ പച്ചപ്പ് ഒന്ന് മാറട്ടെ. അടച്ചൊന്നും വെക്കണ്ട കേട്ടോ. അടച്ചു വെച്ചാൽ ഇനി വെള്ളം ഇറങ്ങും. അതുകൊണ്ട് അടച്ചു വെക്കണ്ട. ഇങ്ങനെ വെച്ചിരുന്നാൽ മതി. 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അരപ്പിന്റെ പച്ചപ്പൊക്കെ ഒന്ന് മാറിക്കാണും. നല്ലപോലെ ഒന്ന് സാവധാനത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. കുഴഞ്ഞു പോകരുത്. കുഴഞ്ഞു പോകാതെ മിക്സ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത്തിരി നേരം കൂടി ഇങ്ങനെ ഫ്ലെയിം കുറച്ച് വെള്ളം എല്ലാം പറ്റി വരുവാണ്. സാവധാനത്തിൽ ഇളക്കി കൊടുക്കാം. അങ്ങനെ സാവധാനത്തിൽ തോർത്തെടുക്കണം. വെള്ളമെല്ലാം പറ്റി നല്ല ടേസ്റ്റാണ് കേട്ടോ. പല രോഗങ്ങൾക്കും നല്ല അതുപോലെ കുട്ടികൾക്കൊക്കെ മലബന്ധമൊക്കെ മാറാൻ ജീരകത്തോളം കൊടുത്താൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ടേ. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. നമ്മളെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ആക്കാം. നമ്മൾ പലതരത്തിലുള്ള ഇലത്തോരനുകൾ കഴിച്ചിട്ടുണ്ട്. എല്ലാത്തിനും ഓരോരോ രുചിയാണ് കേട്ടോ. നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ല ഗുണങ്ങളുള്ളതാണ് ഇലത്തോരനുകൾ. ഇത് നല്ല രുചിയുള്ളതാണ് സാമ്പാർ ചീരയും. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ പരിസരത്ത് വളരുന്നതുകൊണ്ട് അതിനൊരു വിലയില്ലാതെ കിടക്കുന്ന ഒരു ചീരയാണ് സാമ്പാർ ചീര. പക്ഷേ ഗുണത്തിൽ നമ്പർ 1 ആണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. കൂടെയുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്താലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അതുവരെ താങ്ക്